ഡാൻസ് 3-ലെ അടുത്ത സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സെഗ്മെന്റാണ് സ്വപ്നം ജീവിതം. ഇന്നത്തെ കണ്ടസ്റ്റന്റ് രശ്മിയാണ്. രശ്മിയുടെ നാട് വയനാട്. രശ്മി MCJ സ്റ്റുഡൻ്റാണ്. രശ്മിയുടെ സ്വപ്നം എന്തായിരുന്നു, രശ്മിയുടെ ജീവിതം ഇപ്പോൾ എന്താണ് എന്ന് കാണിക്കാൻ പോകുന്ന ഒരു ഓഡിയോ വിഷ്വൽ യാത്രയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഈ സ്വന്തം ഇങ്ങനെ ഓട്ടോബയോഗ്രഫി കാണാൻ പോകുന്ന ആദ്യമായിട്ടല്ലേ? ഇപ്പം എന്താ മനസ്സിൽ തോന്നണേ? കാണാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ജീവിക്കുന്നത് ഞാനാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതം പുറത്തുനിന്ന് നോക്കി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് നമ്മൾ ഈ വീഡിയോ കോളിന് ശേഷം, ഈ വിഷ്വൽ കണ്ട ശേഷം തിരിച്ചു വരാം. എന്തായാലും അടുത്ത സെഗ്മെന്റ് സ്വപ്നം ജീവിതം. കുന്നിൻപുറത്ത് ജനിച്ചു വളർന്ന രശ്മിയുടെ ശൈശവകാലത്തെ സ്വപ്നം വയനാട് ചുരം ഒറ്റയ്ക്ക് നടന്നു കയറലായിരുന്നു. കാഴ്ചകളും വളവുകളും തിരിവുകളും താണ്ടി കയറി കയറി അങ്ങനെ ഏകാന്ത സഞ്ചാരം നടത്തുക. മുതിർന്നപ്പോൾ ആ ഏകാന്ത സഞ്ചാരത്തിന് കുറെ കൂടി പുതിയ നിറങ്ങൾ ചേർന്നു. ലോകം മുഴുവനും ഒറ്റയ്ക്ക് ചുറ്റിക്കറങ്ങി ലോകത്തെ തന്റെ ക്യാമറയിൽ പകർത്തുക എന്നതായി ആ സ്വപ്നം തിടം വെച്ചു. വയനാട്ടിൽ പനമരത്ത് നീർവാരമെന്ന ഗ്രാമത്തിലാണ് രശ്മി ജനിച്ചതും വളർന്നതും. പ്രകൃതിയുടെ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഗ്രാമസൗഭാഗ്യങ്ങളായിരിക്കണം രശ്മിയുടെ ദൃശ്യബോധത്തെ ഉദാത്തവൽക്കരിച്ചത്. ഈ ദൃശ്യബോധം തന്നെയായിരിക്കണം രശ്മിയെ മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാക്കിയതും. പക്ഷേ കണക്ക് എന്ന വിഷയം രശ്മിക്ക് പണ്ടൊക്കെ ഒരു കീറാമുട്ടിയായിരുന്നു. പരീക്ഷകളിൽ അപൂർവമായി മാത്രമേ മാർക്ക് 9-നപ്പുറത്തേക്ക് കടന്നിരുന്നുള്ളൂ. ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസും പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻസും തിരഞ്ഞെടുത്തു. ഒരു തരത്തിൽ ആ വിഷയങ്ങൾ പഠിക്കാനായി തിരഞ്ഞെടുത്തത് കണക്കിനെ പേടിച്ചിട്ട് തന്നെയാണ്. ഗുരുനാഥയ്ക്കുമുണ്ട് ഏറെ പറയാൻ. 5 മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചതാണ്. നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് അവൾ. പഠനകാര്യങ്ങളിലൊക്കെ നന്നായി ശ്രദ്ധിക്കും. ക്ലാസ്സിലാണെങ്കിലും നല്ല പ്രസന്നമായിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എന്ത് പഠന പ്രവർത്തനങ്ങൾ കൊടുത്താലും വളരെ ചിട്ടയോടെ തന്മയത്തോടെ ചെയ്തുകൊണ്ടുവരും, ക്ലാസ്സിൽ അവതരിപ്പിക്കും.
എന്നും ഡയറി എഴുതുന്നതിൽ രശ്മി വീഴ്ച വരുത്താറില്ല. സ്വന്തം ചരിത്രത്തെ ഇങ്ങനെ ഇടയ്ക്കിടെ ചെകഞ്ഞു നോക്കാൻ എപ്പോഴും താല്പര്യമാണ്. ഇതെൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ. അച്ഛൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അക്കൗണ്ട്സ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ഇതെൻ്റെ അമ്മ ഗീത, വാർഡ് മെമ്പറാണ്. പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്, രമ്യ. ഇതെൻ്റെ ഏട്ടൻ രഞ്ജിത്ത്. അച്ഛനെയും അമ്മേനെയും എനിക്ക് വീട്ടിൽ കിട്ടാറില്ല. ഞാനിവിടെ വരുമ്പോൾ പോലും ഇവരെ കാണാറില്ല. എപ്പോഴും നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന രണ്ടാൾക്കാരാണ്. ചെറുപ്പം മുതലേ സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള സ്വന്തമായ ആശയങ്ങളുള്ള ഒരു കുട്ടിയായിട്ടാണ് അവൾ വളർന്നത്. ആ മീഡിയ രംഗത്ത് പഠിച്ച് ആ രംഗത്ത് പ്രതിഭ തെളിയിക്കണം എന്നുള്ള ആഗ്രഹം അവൾ ചെറുപ്പത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ മീഡിയ വണ്ണിൻ്റെ പരിപാടി വളരെ താല്പര്യത്തോടുകൂടി തന്നെയാണ് അവൾ നോക്കിക്കാണുന്നത്. രശ്മി എഴുതും, പിന്നെ പ്രസംഗം പറയാനുള്ള കഴിവുണ്ട്, പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പഠിക്കാനാണ് അവളെ താല്പര്യം. പാവങ്ങളെ സഹായിക്കാനൊക്കെയുള്ളൊരു മനസ്ഥിതി ചെറുപ്പം മുതലേ ഉണ്ട്. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെ നല്ല താല്പര്യമാണ്. പക്ഷേ ഇപ്പം പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടും വല്ലപ്പോഴും അവിടെ കയറി ഇറങ്ങാറുണ്ട്. കൂട്ടുകാരോടൊപ്പമുള്ള ചെസ് കളി രശ്മിയുടെ പ്രധാന വിനോദമാണ്. സ്വന്തം വീട്ടിൽ ഇവരൊക്കെ ഇങ്ങനെ കളിക്കാനും ചിരിക്കാനും രാപ്പാർക്കാറുണ്ട്. അത്തരം കൂട്ടായ്മകൾ എന്നും ഒരു ഹരമാണ്. സ്ത്രീകളുടെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തുന്ന ചാനൽ പരിപാടികളൊന്നും തന്നെ മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് മീഡിയ വൺ ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ യഥാർത്ഥ സ്വത്വവും അവരുടെ യഥാർത്ഥ കഴിവും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വേദിയായിട്ട് ഞാനിതിനെ കാണുന്നു. അപ്പോൾ രശ്മിക്ക് എന്ത് തോന്നിയത് കണ്ടിട്ട്? ഇത് രശ്മിയാണെന്ന് തോന്നിയോ? ആ രശ്മി ഇങ്ങനെ വയനാട് ചുരത്തുകൂടെ നടന്ന കുഞ്ഞു വാവ മുതൽ ഇപ്പോൾ ഈ എത്തി നിൽക്കുന്ന ഫോട്ടോ ജേർണലിസ്റ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് തോന്നുന്നത് മനസ്സിൽ? അത് കഴിഞ്ഞ് ഞാൻ പാനലിൽ ജഡ്ജസിനെ വിടാം. ഒരു പരിധിവരെ ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതം മുഴുവനൊന്നും ഈ ഒരു സമയത്തിനുള്ളിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഞാൻ തന്നെയാണ് കണ്ടത്. വയനാട് ചുരം ഇപ്പോഴും കയറാൻ തോന്നാറുണ്ടോ ഒറ്റയ്ക്ക്? ചെറുപ്പം മുതൽ ഇപ്പോൾ വരെയുള്ള എൻ്റെ ആഗ്രഹം. അത് എളുപ്പമല്ലേ? ഇപ്പൊ ബസ്സൊന്നും വേണ്ടല്ലോ, കാരണം ഹർത്താലുണ്ടെങ്കിൽ തന്നെ കയറണല്ലോ, എളുപ്പമാണ്. അപ്പോൾ രശ്മിക്ക് ഇപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. രശ്മിയുടെ സ്വപ്നം രശ്മിയുടെ ജീവിതം തമ്മിലൊരു എന്താ പറയുക, അത് തന്നെയാണോ, സ്വപ്നം തന്നെയാണോ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സ്വപ്നം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അത് മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, വാമനൻ സർ ഫസ്റ്റ്. രശ്മി, കുട്ടിക്കാലത്ത് ഏത് നാൾ മുതലാണ് ഇങ്ങനെ ഒരു ജേർണലിസ്റ്റ് ഫോട്ടോഗ്രാഫർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്? എപ്പം തൊട്ടാ? ഏകദേശം ഏത് ഏജിലാണ്? ശരിക്കും ജേർണലിസം ഫീൽഡിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഒരു 7ാം ക്ലാസ് മുതലാണ്. പിന്നീട് അതിനുശേഷമാണ് ഈ ഫോട്ടോ ക്യാമറ എന്ന് പറയുന്ന ആ ഒരു ഉപകരണത്തിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധനയൊക്കെ തോന്നി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് അങ്ങനെ തീരുമാനിച്ചത്. ഏതെങ്കിലും ഒരു പ്രസ് ഫോട്ടോഗ്രാഫറെ ഒരു റോൾ മോഡലായിട്ട് മനസ്സിൽ കാണുന്നുണ്ടോ? ഹോമ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള അവരാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ് അവർ. ഏകദേശം ഏത് വർഷം ഒരു പ്രസ് ഫോട്ടോഗ്രാഫറായിട്ട് ആദ്യത്തെ ഫോട്ടോ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം? MCG എത്ര കൊല്ലമായി ഇപ്പോൾ? കഴിയാനായി. ഇനി എനിക്ക് 3 മാസം കൂടെ എൻ്റെ കോഴ്സ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഒരു ഡിപ്ലോമ ചെയ്യണമെന്നുണ്ട്. അതിനുശേഷം ഞാൻ, അതായത് ഒരു വർഷത്തിന് ശേഷം ആ ഫീൽഡിലേക്ക് എത്തുന്നു വിശ്വസിക്കുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണം എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. സജീവമായിട്ടുള്ള ഡിഗ്രിയിൽ. എന്നിട്ട് എങ്ങനെയാണ് ഈ വയനാട് ചുരം ഒറ്റയ്ക്ക് നടന്നു കാരണം ഇത്ര ചാട്ടി തോന്നുന്നത്? അത് കാരണം ഒരു രാഷ്ട്രീയക്കാരിക്ക് എപ്പോഴും, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരാളിന് എപ്പോഴും കൂട്ടുകാർ വേണം. ഇപ്പൊ വീട്ടില് കൂട്ടുകാരോടൊപ്പം ചെസ് കളിക്കുന്ന കാഴ്ച കണ്ടു. അതെന്തുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് ആഗ്രഹം? അതായത് പണ്ടൊക്കെ വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വരിക എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വയനാട് ചുരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും എൻ്റെ മുമ്പിലൊരു വലിയൊരു അത്ഭുതമാണ്. ഓരോ ദിവസം അതിന് ഓരോ ഭാവങ്ങളായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴും ഇന്നും എല്ലാ ആഴ്ചയും ഞാൻ ചുരം കയറി ഇറങ്ങാറുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ക്രേസ് തോന്നുന്നത്, എന്തോ ഒരു വല്ലാത്തൊരു അടുപ്പം, വല്ലാത്തൊരു സ്നേഹം തോന്നുന്ന സ്ഥലമാണ് ചുരം. അപ്പോൾ ആ ഏകാന്തതയിൽ അങ്ങനെ നടന്നു പോകണമെന്ന്, എന്തോ മഴ നനഞ്ഞൊക്കെ നടന്ന് കയറണം എന്നൊക്കെ വല്ലാത്തൊരാഗ്രഹമാണ്. അല്ല, ഇപ്പോൾ അച്ഛനും അമ്മയും വളരെ പിന്തുണയ്ക്കുന്ന അച്ഛനമ്മമാരാണ്, നല്ല കുടുംബമാണ്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് സാധിച്ചെടുക്കാവുന്നൊരു സ്വപ്നമല്ലേ? ഒരു ദിവസം രാവിലെ അങ്ങ് കയറി എന്തിനാണ് അത് സ്വപ്നമാക്കി? ഒരു പരിധി വരെ, അതായത് മുഴുവൻ നടന്നിറങ്ങിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു എന്താ ഒരു റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രശ്മി, ഫോട്ടോ
ജേർണലിസമാണ് ഇഷ്ട വിഷയമായി തിരഞ്ഞെടുത്ത് എന്ന് പറഞ്ഞല്ലോ. വളരെ പേർ പുതിയ തലമുറയിൽ അത് തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ റിസ്ക് ഫാക്ടറിനെ പറ്റി ലക്ഷ്മി ബോധവതിയാണോ? അതായത് ഫോട്ടോ ജേർണലിസത്തിൽ സാധാരണ പ്രവർത്തനങ്ങൾ അത്രയൊന്നും റിസ്ക് ഫാക്ടർ ഉള്ളതല്ല, അതിലപ്പുറം പോയി കഴിഞ്ഞാൽ എന്നാൽ ശോഭിക്കുന്ന വിജയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ രംഗത്ത് പോയിട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കാര്യം അത് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലാവുക എന്നുള്ള സാധാരണ സംഭവമായി മാറിയിട്ടുണ്ട്. ഈ ഒരു ഫാക്ടറിനെ കുറിച്ച് പിന്നെ രശ്മി ബോധവതിയാണോ? ജീവൻ അപകടത്തിലാവുക എന്ന് പറയുന്നത് ഈ നിമിഷം പോലും ചിലപ്പോൾ ഞാൻ മരിച്ചേക്കാം, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ മരിച്ചേക്കാം. ഒരു മേഖലയിലായതുകൊണ്ട് മാത്രം എൻ്റെ ജീവൻ അപകടത്തിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനോടൊരു അതായത് ആ റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ്, എന്നെക്കൊണ്ട് അത് കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അത് ആ രീതിയിൽ വളരെ ഈസിയായി കണക്കാക്കേണ്ട ഒന്നെല്ലാം തോന്നും. അതായത് സാധാരണ ഒരു ദൃശ്യം പ്രകൃതി ഭംഗി അതുപോലെയുള്ള കാര്യങ്ങൾ പകർത്തുന്ന പോലെയല്ല ഒരു സംഘടന രംഗം അല്ലെങ്കിൽ യുദ്ധം തന്നെ. ഇതുപോലെയുള്ള പല സംഭവങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ഫറൂഖ് കോളേജിൽ നിന്ന് പഠിച്ചിരുന്ന പലസ്തീനിയൻ വിദ്യാർത്ഥിയായിരുന്ന അയ്യൂബ് അൽ ജസീറയുടെ ഫോട്ടോഗ്രാഫറായിരുന്നു. ബഗ്ദാദിൽ ചെന്നു, ആ യുദ്ധം കവർ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മേൽ ബോംബ് വീണു, അദ്ദേഹം മരിച്ചു. ഇതുപോലെയുള്ള രംഗങ്ങൾ വരെ ജീവിതത്തിൽ വരാം. അത്രത്തോളം പോവാൻ ധീരയായ ഒരു നല്ല ഫോട്ടോഗ്രാഫറായി വളരാൻ രശ്മി ഉദ്ദേശിക്കുന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഉദ്ദേശിക്കുന്നുണ്ട്, തീർച്ചയായും. 8 മാർക്കാണ്